കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടേ നമുക്ക് ചുറ്റും ഒരുപാട് കോണ്ടൻറ്റുകൾ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ തന്നെ ഈ ഒരു ന്യൂസ് ശ്രദ്ധിക്കുന്നത് ഒരു ട്രോൾ റീൽസിലൂടെയാണ്. അതായത് ചന്തി കഴുകാൻ വേണ്ടി ഇരുന്ന ഒരാളെ ചവിട്ടി കൊന്നു എന്നുള്ള സെൻസിലാണ് എനിക്ക് ഈ സാധനം കിട്ടുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഗ്രാവിറ്റി അങ്ങോട്ട് കത്തിയില്ല. ഞാനിങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇതിൻ്റെ പിന്നിലൊന്ന് അന്വേഷിച്ച് എന്നതാണ്. സിനിമാ കഥ മാറി നിൽക്കും, അങ്ങനത്തെ റിയൽ ഐറ്റം, റിയൽ മർഡർ സ്റ്റോറിയല്ല, റിയൽ മർഡർ. അതിൻ്റെ ഏറ്റുപറച്ചിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് അലി എന്ന് പേരുള്ള ഒരു വ്യക്തി, ഈ വ്യക്തി കൂടരഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഒരാളെ കൊന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് കോഴിക്കോട് വെച്ചും ഒരാളെ കൊന്നു. ഈ മുഹമ്മദ് അലി ഇപ്പം 54 വയസ്സുണ്ട് മുഹമ്മദ് അലി ഏറെക്കുറെ ഒരു 16-18 വയസ്സിനിടയിലുള്ളപ്പോഴാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നും 54-ാമത്തെ വയസ്സിൽ പശ്ചാത്താപം, ലൈഫിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായി, മക്കൾ മരിച്ചു, അതിൻ്റെ ഒരു ട്രോമ എല്ലാം കൊണ്ടും ഇനി ഇത് തുറന്നു പറഞ്ഞേ പറ്റൂ, കുറ്റബോധം മനസ്സിൽ കടന്ന് തളം കെട്ടി വിങ്ങി ജീവിക്കുന്ന മുഹമ്മദ് അലി മദ്യലഹരിയിൽ മലപ്പുറമുള്ള വേങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുകയും അവിടെ പോലീസുകാരോട് പറയുകയാണ്, ഞാൻ 2 കൊലപാതകം നടത്തി. ആദ്യം ഒന്നാൾ ഫസ്റ്റ് പറഞ്ഞത് 1986 ആദ്യ കൊലപാതകം നടത്തിയെന്നുള്ള ഇയാൾ പറയുന്നു. പോലീസുകാർക്കും ഞെട്ടലായിരുന്നു. 40 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരാൾ വന്നിട്ട് നടത്തിയ കൊലപാതകം ഏറ്റു പറയാന്ന് പറയുമ്പോൾ അവരാദ്യം ഒന്ന് വെള്ളപ്പുറത്ത് പറഞ്ഞതാണെന്ന് വിചാരിച്ചു. പിന്നെ അതിനുശേഷം ഈ വ്യക്തി വെള്ളത്തിൻ്റെ കെട്ടൊക്കെ വിട്ടതിന് ശേഷം ചോദിച്ച സമയത്ത് 1989 കോഴിക്കോട് വെച്ച് നടത്തിയ വേറൊരു കൊലപാതകത്തിൻ്റെ കാര്യം കൂടിയും പറയുന്നു. ഇങ്ങനെ 2 കൊലപാതകം ഈ വ്യക്തി നടത്തി എന്നുള്ളതിൻ്റെ ഏറ്റുപറച്ചിലിൽ നിന്ന് ഈ കണ്ടൻറ്റ് തുടങ്ങുകയാണ്. ഓക്കെ, രാത്രി കേൾക്കാനും അല്ലെങ്കിൽ അറിയാനൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളൊരു ഐറ്റം ആണല്ലോ. നിങ്ങളും ചിന്തിച്ച് കിടന്നുറങ്ങും എന്നെ പോലെ തന്നെ. എനിക്കിവിടെ 1-2 വിഷയങ്ങളാണ് ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കുന്നത്. ഇപ്പം ഈ മരിച്ച വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആളുകൾക്കോ ഒന്നിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല. 2 വ്യക്തികൾക്ക് മാത്രമേ ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്നറിയുള്ളൂ. ഈ കൊലപാതകം നടത്തിയ മുഹമ്മദ് അലിക്കും കൊല്ലപ്പെട്ട വ്യക്തിക്കും, അല്ലേ? ഈ വ്യക്തികളാണ് ഇതിനകത്ത് യഥാർത്ഥ റിയാലിറ്റി അറിയുന്നത്. 40 വർഷം മുമ്പുള്ളൊരു കേസ് ഇമ്പോസിബിളാണ്. വെറുതെ വന്നിട്ട് ഇയാളുടെ ഒരു കൺഫെഷൻ കൊണ്ട് മാത്രം ഇയാൾക്കെതിരെ കേസ് എടുത്ത് ഇയാളെ ശിക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. അതിന് തെളിവുകൾ വേണം. ആ തെളിവുകളിലേക്ക് പോലീസിന് എത്തണമെങ്കിൽ ഭയങ്കര പാടാണ്. 40 വർഷമായി. അവിടെയാണ് എനിക്കിങ്ങനെ തോന്നിയത്, ആ സീരിയൽ കില്ലർ, വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു സീരിയൽ കില്ലർ വന്നിട്ട് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരിക്കലും എത്താൻ പറ്റില്ല എന്ന് തോന്നുന്ന അയാൾ നടത്തിയ 2 കൊലപാതകങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞ് അയാൾക്ക് പശ്ചാത്താപവുമായി, സൊസൈറ്റിയുടെ മുന്നിൽ അയാൾക്ക് ഇനി അങ്ങോട്ട് നടക്കും ചെയ്യാം. സംതിങ് ഫിഷി, അങ്ങനത്തെ ഒരു എലമെൻറ്റ് തോന്നിയപ്പോഴാണ് ഞാനിത് കൂടുതലായിട്ട് ഡീപ്പായിട്ടിരുന്ന് നോക്കാൻ തുടങ്ങിയത്. അപ്പോൾ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ വന്ന മുഹമ്മദ് അലി പറഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ടർ ചാനലിൻ്റെ മുന്നിലും ഈ വ്യക്തി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചാനലിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടറിൻ്റെ മുന്നിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടറിൻ്റെ ക്ലിപ്പ് ഞാൻ എടുക്കുകയാണ്. 2 കൊലപാതകം സംഭവിച്ചു എന്നുള്ളതായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അതെ, എങ്ങനെയായിരുന്നു സംഭവിച്ചത്? ആദ്യത്തത് ഞാൻ ആദ്യം കൂടരഞ്ഞിക്കാരനായിരുന്നു. അവിടുന്ന് എൻ്റെ ചെറുപ്പത്തിൽ 16 വയസ്സുള്ള സമയത്താണ് ഞാൻ എൻ്റെ പെങ്ങളുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നാടൻ പണിക്ക് വന്നതാണ്. മോഹൻ എന്ന് പറഞ്ഞപ്പോൾ ഈ അന്വേഷിച്ച് കണ്ടുപിടിച്ച മോഹൻ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം എന്നെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ 3 ദിവസം കാത്തു നിന്നു. അതിന് സാഹചര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു തോടുണ്ടായിരുന്നു, ആ തോട്ടിൽ അദ്ദേഹം ഇരുന്ന് ചന്തി കഴുകുമായിരുന്നു. അപ്പോൾ ചന്തി കഴുകുന്ന സമയത്ത് ഞാൻ പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തി, 2 പ്രാവശ്യം ചവിട്ടി. പക്ഷേ അനക്കമില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് എണീറ്റ് ഞാൻ പോയത്. പിന്നെ 3 ദിവസം കഴിഞ്ഞ് കൊല്ലണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്തതല്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷേ 3 ദിവസം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ അങ്ങാടിക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അങ്ങനെ തോട്ടിലൊരു ബോഡി ഉണ്ടെന്നുള്ളത് അറിഞ്ഞത്. അപ്പം പോയി നോക്കുമ്പോൾ ഞാൻ ചെയ്തിട്ട് അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം കിടക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ അന്ന് 2 ദിവസം കഴിഞ്ഞ് ഞാൻ വയനാട്ടിലേക്ക് പോയി. വയനാട്ടിൽ കുറച്ച് കാലം, 1 വർഷത്തോളം വയനാട്ടിലവിടെ ജീവിച്ചു.
വയനാട്ടിൽ ജീവിച്ചതിന് ശേഷം ഒരു കൊല്ലം ആ ഒരു വർഷം കഴിഞ്ഞ് പിന്നെ ഞാൻ കോഴിക്കോട് വന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നടത്തിയ കൊലപാതകത്തിൻ്റെ മുഹമ്മദ് അലിയുടെ തുറന്നു പറച്ചിൽ. ഒന്നാമത്തെ വിഷയം, അയാളെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കിയൊരു വ്യക്തിയെ അയാൾ തീർത്തു എന്നുള്ള വേർഷനാണ്. ഞാൻ എഗെയിൻ പറയുന്നു, ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്കറിയില്ല. മുഹമ്മദ് ഈ പറയുന്നത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. അതിൽ തന്നെ അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാന്നേ പറയും. 40 വർഷത്തിനിപ്പുറം 40 വർഷം ജോർജ് കുട്ടിയേക്കാ മൂത്ത ഇനം. ദൃശ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് ഈ കൺഫെഷൻ്റെ മുന്നേ, ഇതൊക്കെ കുറച്ച് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ദൃശ്യത്തിൻ്റെ സ്ക്രിപ്റ്റൊക്കെ വേറെ ലെവലിൽ പോയിട്ടുണ്ടാവും, ജിത്തു ജോസഫ് കൊണ്ടുപോയിട്ടുണ്ടാവും. ഇങ്ങനെയുണ്ട് 40 വർഷം ഇയാൾ ഭീകരം നടത്തിയിട്ടുണ്ടെങ്കിൽ 40 വർഷം എങ്ങനെയെന്നുള്ളത് ചിന്തിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ഒരു സിസ്റ്റം ഫെയിലിയറും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിൽ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് പല സ്ഥലങ്ങളിൽ പലരും മരിച്ച് അനാഥപ്രേതം പോലെ, അനാഥ ശവം പോലെ മൺമറഞ്ഞു പോയിട്ടുണ്ട്. കൊലപാതകങ്ങളായിരുന്നു, ആയിരിക്കാം, സ്വാഭാവിക മരണമാണോ, ആയിരിക്കാം എന്നുള്ള പല വേർഷൻസിലൊക്കെ ഈ സാധനങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. എത്ര പേരങ്ങനെ, എത്രയൊക്കെ ഇൻസിഡൻസ്. അപ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് എനിക്ക് തോന്നുന്നത്, എവിടെയെങ്കിലും ഒരു അജ്ഞാത മൃതദേഹം കണ്ടു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം, ഫോറൻസിക്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ട് ഇതാര് എങ്ങനെയെന്നുള്ളതിലേക്കൊക്കെ എത്താൻ പറ്റും തോന്നുന്നു. പക്ഷേ അന്ധകാലത്ത് ഒന്നും ഇല്ലാത്തൊരു ടൈം. ശരി, ഇയാളെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ ഇയാൾ തീർത്തു തുടങ്ങി. ഇയാളുടെ ആദ്യത്തെ പേര് ആൻ്റണി എന്നാണ്. ഇയാൾ കൂടരഞ്ഞിയിൽ ഇയാളും ഒരു ജോലി അങ്ങനെ ബന്ധുവീട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി വന്നതെന്നാണ് പറയുന്നത്. ഇയാൾ കൊലപ്പെടുത്തി എന്ന് പറയുന്ന വ്യക്തിയെ ലൈക്ക് ഒരു 20 വയസ്സിനടുപ്പിച്ചുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ആൻഡ് ഈ തോടും ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ആ സ്ഥലത്ത്, കൂടരഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏറെക്കുറെ ഇൻടാക്റ്റാണ്. ഓക്കെ, വലിയ മറ്റേ വണ്ണത്തിലൊഴുകുന്ന തോടൊക്കെ മാറിയിട്ട് ഒരു കൈത്തോട് പോലെയൊക്കെ ആയി എന്നുള്ളതാണ് ന്യൂസിൽ കണ്ടപ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി എങ്ങനെയാണെങ്കിലും ഈ വ്യക്തിയെ ഉപദ്രവിച്ചത് കൊണ്ട് ആ ദേഷ്യം വെച്ചിട്ട് ഈ വ്യക്തി കൊന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ചവിട്ടി താഴെ ഇട്ടു, ചന്തി കഴുകാതിരിക്കുന്നു, ചവിട്ടി താഴെ ഇട്ടു, അവിടെ നിന്ന് ചവിട്ടി കൊന്നു. അയാളുടെ ഒരു മൈൻഡ് സെറ്റ്, അയാളുടെ ഒരു മെൻറ്റാലിറ്റി അപ്പത്തത് എന്തായിരിക്കും? ഓടി രക്ഷപ്പെടണം. സെയിം അയാൾ ഓടി രക്ഷപ്പെട്ടു, വയനാട്ടിലേക്ക് പോയി. എന്നിട്ട് വീണ്ടും അയാൾ ക്രൈം ചെയ്യുകയാണ്. നമ്മളോട് മുഹമ്മദ് അലി പറഞ്ഞത് ഈ 2 ക്രൈമിനെ കുറിച്ച് മാത്രമാണ് പുറം ലോകത്തിനെ അറിയിച്ചിട്ടുള്ളത്, പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത് ഇത് മാത്രമല്ലെങ്കിലോ, ഇതിൽ കൂടുതൽ ക്രൈം പോലീസുകാർ അങ്ങനെ ഒരു ആംഗിളും കൂടി ചിന്തിക്കണ്ടേ? അങ്ങനെ ഒരു ആംഗിളും കൂടി പോലീസുകാർ വർക്കൗട്ട് ചെയ്യണ്ടേ? കാരണം മരിച്ച വ്യക്തിക്ക് മുഹമ്മദ് അലിക്ക് മാത്രമേ യഥാർത്ഥ കാരണം അറിയുള്ളൂ, എങ്ങനെയാണ് കൊന്നതെന്ന് അറിയുള്ളൂ, ഒക്കെ അവർക്കേ അറിയൂ. ഇപ്പോൾ മുഹമ്മദ് അലി മാത്രമേ ഉള്ളൂ. ആൻഡ് മുഹമ്മദ് അലി എഗെയിൻ പറയുന്നു പശ്ചാത്താപത്തിൻ്റെ മുകളിലാണ്, ഫാമിലിയുടെ പ്രശ്നങ്ങൾ, ഫാമിലിക്ക് തകർച്ച വന്നത് കൊണ്ടാണ് പറഞ്ഞതെന്നുള്ളതാണ് മുഹമ്മദ് അലിയുടെ വേർഷൻ എന്നുണ്ടെങ്കിലും മുഹമ്മദ് അലിയുടെ ബ്രദർ, ഓക്കെ, അതായത് ഈ മുഹമ്മദ് അലി എന്നുള്ളത് അയാൾ ഇപ്പോൾ മതം മാറിയപ്പോഴുള്ള പേരാണ്, അയാൾ ആൻ്റണി എന്നാണ് ആദ്യമുള്ള പേര്. ഈ ആൻ്റണിയുടെ, മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ആൻ്റണിയുടെ ബ്രദർ പറയുന്നതെന്ന് കേട്ടു നോക്ക്. നീ ഇപ്പൊ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ലേ? അല്ല, ആകെ നുണയാ. കാരണം ഈ മരണം നടക്കുമ്പോൾ ഇയാൾ ഇവിടെ ഇല്ല. ആന്റണി, അത് പിന്നീട് മുഹമ്മദ് ആവുന്ന അനിയന് എന്തെങ്കിലും മാനസിക പ്രശ്നം മറ്റോ ഉണ്ടോ? ചെറിയൊരു മാനസിക പ്രശ്നമുണ്ട്. അതിനുള്ള ചികിത്സ എടുക്കുന്ന ആളാണോ? ഉണ്ട്, ചികിത്സ. ആ സമയത്ത് അവിടെ അങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ട്. ഇവരൊന്നും യാതൊരു പങ്കുമില്ല. ഞാൻ പറഞ്ഞുതരാം, അവന് ഈ തലയ്ക്ക് ലേശം ഇതുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒന്നും അവനിവിടെ ഇല്ല, ആ സമയത്ത് ഇവിടെ ഇല്ല. അവൻ ഒരു കാര്യമില്ല പുള്ളി ആ കുറ്റം ഏറ്റെടുത്തത്. അതായത് ബ്രദർ പറഞ്ഞത് ഇല്ല, ഇവനെന്തോ മാനസിക വിഭ്രാന്തി ഉള്ള ഒരാളാണ്, ആ ടൈമിലൊന്നും ആൻ്റണി ഇവിടെ ഇല്ല, അതായത് ഈ മുഹമ്മദ് അലി ഇവിടെ ഇല്ല, കൂടരഞ്ഞ് ഭാഗത്തൊന്നും, പിന്നെ എങ്ങനെ ഇത് ഏറ്റെടുത്തു എന്നുള്ളത് അറിയില്ല. പക്ഷെ അവിടെ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് മൂപ്പര് കൺഫേം ആക്കുന്നുണ്ട്. ആ ടൈമിൽ ഇറങ്ങിയ പേപ്പർ കട്ടിങ് ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. കൂടരഞ്ഞി മിഷൻ ആശുപത്രിക്ക് പിന്നിലെ വയലുകൾ ചെറുതോട്ടിൽ വയലിലുള്ള ചെറുതോട്ടിൽ യുവാവിൻ്റെ ജഡം കണ്ടെത്തി, പ്രായം 20 വയസ്സെന്ന് തോന്നിക്കുന്നു. ഓക്കെ, ഇങ്ങനൊരു ന്യൂസ് എന്താണെങ്കിലും ഉണ്ട്.
ഇതൊരു ന്യൂസ് എന്ന് പറഞ്ഞ സാധനം പേപ്പറിലുണ്ട്. അങ്ങനെ ഒരു ലിങ്ക് മാത്രമാണ് പോലീസിന് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ഉള്ളത്. ഓക്കെ, ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു രേഖാചിത്രം ഉണ്ടായിരുന്നു. ആ രേഖാചിത്രവും ഞാൻ സൈഡിൽ കൊടുക്കാം. ഇത്ര മാത്രം പോലീസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ലേറ്റർ ഓൺ കഴിഞ്ഞ 2025 ജനുവരിയിൽ ഇയാൾ ഇവിടെ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൺഫസ് ചെയ്തത്. ഈ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരിയിലാണ് ഈ 20 വയസ്സ് ഉള്ള അന്ന് ഇയാൾ കൊന്നു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഫാമിലി ആരോ ആ ടൈമിൽ അവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ അവിടെ പോയിരുന്നു എന്നും ആ പോയ വ്യക്തിയെയാണ് ഈ വ്യക്തി കൊന്നത് എന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട്. അതായത് ഇപ്പോൾ ആളെ കണ്ടുപിടിച്ചു. ആദ്യം ഇയാൾ കൊന്ന ആരാണോ ആ വ്യക്തിയുടെ ഫാമിലി റെക്കഗ്നൈസ് ചെയ്ത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ കേസും കൂട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സൈഡിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി പറയാനുള്ളത് ഇയാളുടെ രണ്ടാമത്തെ കൊലപാതകത്തിനെ കുറിച്ച്. ഫൈൻ, രണ്ടാമത് ഇയാൾ നടത്തിയെന്ന് പറഞ്ഞ കൊലപാതകത്തിനെ കുറിച്ചിട്ട്. ആദ്യത്തെ കൊലപാതകത്തിലുള്ള ആളെ മോഹൻ എന്ന പേരുള്ള ഒരു വ്യക്തിനെ ഏറെക്കുറെ ആളുകൾ സ്പോട്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് പോലീസുകാർ. ഈ രണ്ടാമത്തെ കൊലപാതകത്തിൻ്റെ കേട്ടോ. കോഴിക്കോട് വന്ന അവിടെ ചെറുകിട കച്ചവടക്കാർക്കും ഹോട്ടൽ ചെറിയ ചായപ്പീടിയക്കാർക്കും മറ്റു പല ആൾക്കാർക്കും ചെറിയ സഹായങ്ങൾ ഒക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന സമയത്ത് പിന്നെ കഞ്ചാവ് ബാബു എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് സൗഹൃദമായി. അദ്ദേഹത്തിൻ്റെ പൈസ പോക്കറ്റടിച്ച് പോയ സമയത്ത് അദ്ദേഹം അത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെയാണ് വെള്ളൽ ബീച്ചിൽ നിന്ന് രണ്ടാമത്തെ കൊലപാതകം നടക്കുന്നത്. അപ്പോൾ ഞാൻ അത് അബദ്ധവശാൽ ചെന്ന് പെട്ടതാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് സംഭവിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബുവിൻ്റെ പൈസ ഒരാൾ പോക്കറ്റടിച്ച് പോയി എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ബാബു പറഞ്ഞു, പോക്കറ്റടിച്ച ആളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, നമുക്ക് പോയി കണ്ടുപിടിക്കണം, കിടക്കുന്ന സ്ഥലം എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ പോയി നടന്ന് ബീച്ചിലെത്തി കഴിഞ്ഞപ്പം അന്നവിടെ യൂക്കാലിപ്സ് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കുക, ഞാൻ പോയി അത് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് ഇവർ രണ്ടാളും കൂടി അവിടെ ചെന്ന് ഈ ബാബു അവിടെ ചെന്ന് അവർ എന്തൊക്കെയോ വർത്താനം സംസാരം ഉണ്ടായി. അങ്ങനെ അവർ തമ്മിൽ മൽപ്പിടുത്തം കഴിഞ്ഞ് ബാബു ഇയാളെ തള്ളി താഴെ ഇട്ടു. പുറത്ത് കയറിയിരുന്ന് തല പിടിച്ച് മണലിലമർത്തി. എന്നോട് പറഞ്ഞ് കാല് പിടിക്കാൻ പറഞ്ഞു. ഞാൻ കാല് പിടിച്ച് വെച്ച് കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അനക്കമില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പം ആണ് അയാൾ മരിച്ചെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വേഗം എണീറ്റ് രണ്ട് വഴിക്ക് പിരിഞ്ഞു. ഈ ബാബു ഇപ്പോൾ ബന്ധമുണ്ടോ? ബാബു ഇല്ല. അന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഇതുവരെയായിട്ട് ബാബുവായിട്ട് യാതൊരു ബന്ധമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. പൈസ പ്രശ്നം. കഞ്ചാവ് ബാബു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെയാണ് ഇയാൾ പറയുന്നത്. ചിലപ്പോൾ മേ ബി ഒരു നാട്ടിൽ ചിലപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇരട്ടപ്പേരിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ അയാളെ അറിയുന്നതോ അല്ലെങ്കിൽ അയാളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയ ആളുകളോ ചിലപ്പോൾ അവിടെ ഉണ്ടാവുമായിരിക്കും. 40 ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഉണ്ടാവുമായിരിക്കും അവിടെ. ഏറെക്കുറെ ഇയാളെ വയസ്സിൻ്റെയും പ്രായത്തിൻ്റെയും അടുപ്പിച്ചുള്ള ആളുകളോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞവർക്കൊക്കെ മേ ബി കഞ്ചാവ് ബാബുവിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ അത്രയും ന്യൂസ് ആകുമ്പോഴും അല്ലെങ്കിൽ 4 ആളിഞ്ഞ് ഇത് പറഞ്ഞു തുടങ്ങുമ്പോഴൊക്കെ കഞ്ചാവ് ബാബുവിൻ്റെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും അവർക്ക് പറയാമല്ലോ. ചീത്തപ്പേരോട് ഉണ്ടായിരിക്കും പറയാൻ പാടില്ല, കാരണം കഞ്ചാവ് ബാബു എന്നല്ലേ പേര്. അപ്പം കഞ്ചാവ് ബാബുവിൻ്റെ കാശ് തട്ടിപ്പറിച്ച് പോയവനെ ഇവർ കടപ്പുറത്തിട്ട് തീർക്കുന്നു. ഒരു സിമിലർ പാറ്റേൺ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ന്യൂസുകാരത് ശ്രദ്ധിച്ചോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ആദ്യത്തെ വ്യക്തിനെയും തൂറാൻ പോയി, അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ടിട്ടോ ഞാൻ ഉള്ള ഇൻസിഡൻറ്റ് പറയുമ്പോൾ പിന്നെ പറയണമല്ലോ. തൂറാൻ പോയി ചന്തി കഴുകായിരുന്ന ആളെ ചവിട്ടി നിലത്തിട്ട് 2 ചവിട്ടിക്കൊന്നു. ഓക്കെ, ചവിട്ടിക്കൊന്നു. അന്ന് ആ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് അദ്ദേഹത്തിന് അപസ്മാരമുണ്ടായിരുന്നു. ആ മൃതദേഹത്തിന് അപസ്മാരമുണ്ടായിരുന്നു. തോട്ടിൽ വീണ അപസ്മാരം കൊണ്ട് മരിച്ചതായിരിക്കാം, തോട്ടിൽ വീണപ്പോഴുള്ള ക്ഷതങ്ങളും ചതവുകളും ആയിരിക്കാം എന്നൊക്കെ അന്നത്തെ ഫൈൻഡിങ്സ് ഒക്കെ ഇപ്പോൾ പോലീസ് എടുത്തു കൊണ്ടുവരുന്നുണ്ട്. അപസ്മാരം കൊണ്ട് മരിച്ചതായതുകൊണ്ടാണ് 3 ദിവസം കഴിഞ്ഞ് ബോഡി കിട്ടിയപ്പോഴത്തേക്ക് ചീർത്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് കിട്ടാവുന്ന പരിപാടികളൊക്കെ വെച്ചിട്ട് അവർ പിന്നെ വീട്ടുകാരും ആ ബോഡി അന്വേഷിച്ച് വരാത്തത് കൊണ്ടും അവരതങ്ങനെ അങ്ങോട്ട് അനാഥ പ്രേതമായിട്ട് തള്ളിക്കളിയാണ് ഉണ്ടായത് അന്ന് പോലീസ്. പക്ഷേ ഇപ്പം കളി മാറി. മുഹമ്മദ് അലി പറഞ്ഞപ്പോൾ നമുക്ക് ആളാരാന്നുള്ളത് ഏറെക്കുറെ അവരുടെ വീട്ടുകാർക്ക് മനസ്സിലായി. മുഹമ്മദ് അലീൻ്റെ കൺഫെഷൻ വളരെ കറക്റ്റായിരുന്നു. പക്ഷെ ആ പാറ്റേൺ ഇവിടെ ഇപ്പോൾ ഈ കഞ്ചാവ് സോമൻ എന്ന് പറഞ്ഞുള്ളൊരു ക്യാരക്ടർ ഇയാളെ പേരും വെച്ച് ഒരു ഇതില്ലാത്തൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്നാണെങ്കിലോ, സീരിയസ്ലി അതൊരു ഇല്ലാത്ത ക്യാരക്ടറാണെങ്കിൽ ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തതെന്നുണ്ടെങ്കിലോ സിമിലർ പാറ്റേൺ ആണ്. കാല് പിടിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ടൈമിൽ ഇറങ്ങിയ ന്യൂസ് പേപ്പർ കട്ടിങ് ആദ്യ കൊലപാതകം നടന്നപ്പോഴും അത് ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി. ഇപ്പോഴും ഈ അജ്ഞാത ജഡത്തിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടിങ് അന്ന് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട്
ഗാന്ധി റോഡ് ജംഗ്ഷന് സമീപം കടപ്പുറത്തൊരു അജ്ഞാത യുവാവിൻ്റെ ജഡം കണ്ടെത്തി. വളരെ ദൂരെയായിരുന്നതുകൊണ്ട് ജഡം ഒഴുകി വന്നതാണെന്നു കരുതാനാവില്ല. വെള്ളം കുടിച്ചു മരിച്ചതിന് ലക്ഷണവുമില്ല. മൂക്കിൽ നിന്നും ചോര രക്തം വാർന്നൊഴുകിയ നിലയിലാണ്. വൈകുന്നേരം അജ്ഞാത, ഇത് അത്ര ക്ലിയർ അല്ല കേട്ടോ, അതിൻ്റെ കട്ടിങ് മാത്രമേ ഉള്ളൂ. മൃതദേഹം കാണാനിടയായത് ഇന്ന് നടക്കാവ് പോലീസ്. അതായത് വെള്ളം കുടിച്ചതോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളോ അല്ല, പക്ഷെ മർദ്ദനമേറ്റിട്ടുണ്ട്. മർദ്ദനമേറ്റ് മണലടക്കം ഇതേപോലെ ചോരയും മണലൊക്കെ മേത്ത് കയറി കൂടി അങ്ങനെയാണ് മരണപ്പെട്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള ന്യൂസ് റിപ്പോർട്ട്. അജ്ഞാത ജഡം കണ്ടെത്തി എന്നുള്ളത് അന്ന് ഇയാൾ പറഞ്ഞ ടൈം ഫ്രെയിമിൽ, അന്ന് ദിവസം, ആ വർഷത്തിൽ ഈ സംഗതി അത് ന്യൂസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ ഫസ്റ്റ് കേസ് പോലെ തന്നെ ഇതും ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇയാൾ പറഞ്ഞ സമയവും ഡേറ്റൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറെക്കുറെ ഇത് കണക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, അജ്ഞാത മൃതദേഹം എന്നുള്ളത് ഇപ്പോൾ കൊലപാതകം നടന്ന ആ മൃതദേഹം, കൊല ചെയ്യപ്പെട്ട മൃതദേഹം എന്നുള്ളതായി. ഇനി അത് ആര് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോലീസ് ശേഷം പാടുപെടും. ഈ കഴിഞ്ഞ വർഷമാണല്ലോ നിങ്ങൾ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ പോയി ഇത്തരം ഒരു കുറ്റസമ്മതം നടത്തുന്നത്. അത് നടത്താനുണ്ടായൊരു കാരണം എന്താണ്? കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. ചില പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ആക്സിഡൻറ്റിൽ മരിച്ചു. 9ാമത്തെ വയസ്സിൽ എൻ്റെ മോനെ ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പോൾ അതിന് ശേഷമാണ് എനിക്കിങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. ആദ്യ ഭാര്യ എന്നെ ഉപേക്ഷിച്ച് വേറെ ആളൊപ്പം പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ മക്കളും കൂടി ഇസ്ലാം മതം സ്വീകരിച്ച് അങ്ങനെ ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ രണ്ടാമത് ഒരു സ്ത്രീയെ ഇവിടുന്ന് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. നിൽക്കുന്ന സമയത്ത് നല്ല ആ രീതിയിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് പിന്നെ 2 കുട്ടികൾ കൂടി ഉണ്ടായി. ഇപ്പോഴത്തെ ഭാര്യയിൽ അങ്ങനെ ആദ്യത്തെ മോളൻ്റെ ഒപ്പം ഉണ്ട്, അവളെ വിവാഹം കഴിച്ചയച്ചു. അങ്ങനെ 9ാമത്തെ വയസ്സിൽ രണ്ടാമത്തെ കുട്ടി, ആദ്യത്തെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടാമത്തെ കുട്ടി ആക്സിഡൻറ്റിൽ മരിച്ചു. ആ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ എനിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി. അങ്ങനെ മദ്യപാനം തുടങ്ങി. അത് കൂടുതലായി. എങ്കിലും ഞാൻ കുറേയൊക്കെ പിടിച്ചു നിന്നു. പിന്നെ മറ്റു രോഗങ്ങൾ എന്നെ അലട്ടി. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോനെ എനിക്ക് മറ്റ് പല പ്രശ്നങ്ങളും, മാനസികമായിട്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായി. പക്ഷെ ഞാൻ ആരും അറിയിക്കാതെ അങ്ങനെ കൊണ്ട് നടന്ന് പിന്നെ മദ്യപാനം കൂടി. പിന്നെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. മാനസികമായിട്ട് തകർന്നു. പിന്നെ ആത്മഹത്യ ചെയ്യാൻ പോകാൻ തുടങ്ങി. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് അന്ന് വൈകുന്നേരം വരെ. വൈകുന്നേരം ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അന്ന് പകൽ മുഴുവൻ ഇരുന്ന് മദ്യപിച്ചു. അങ്ങനെ വൈകുന്നേരം എനിക്ക് തോന്നി മരിക്കണ്ട, ജീവിക്കാം, അതിനിതേ ഒരു പോംവഴിയേ ഉള്ളൂ, ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറയാൻ. അങ്ങനെ ഞാൻ തന്നെ പോലീസിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ ഞാൻ നേരിട്ട് നിന്ന് ഹാജരായി കുറ്റസമ്മതം നടത്തുകയുണ്ടായത്. വേങ്ങര പോലീസ് സ്റ്റേഷനിൽ അന്ന് പോലീസുകാരപ്പോൾ എന്താ പറഞ്ഞിരുന്നത്? പോലീസുകാർ ഞാൻ മദ്യപിച്ചിട്ടാണല്ലോ ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞു എനിക്ക് എന്തായാലും മദ്യപിച്ചിട്ടല്ലേ, ഇനി രാവിലെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകണില്ല എന്ന് പറഞ്ഞു. ഞാനവിടെ ബെഞ്ചിൽ കിടന്നു. പിറ്റേന്ന് രാവിലെ പോലീസുകാർ എനിക്ക് ചായയൊക്കെ വാങ്ങിക്കൊണ്ട് തന്നു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ഇന്നലെ പറഞ്ഞത് എന്തെങ്കിലും ഓർമ്മയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ, തലേന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പിറ്റേന്ന് അതേപോലെ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് സംശയമുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ CIയുടെ നേതൃത്വത്തിൽ നേരെ കൂടരഞ്ഞിക്ക് പോയി. കൂടരഞ്ഞി ചെന്ന് അവിടെ ചെന്ന് സ്ഥലം കാണിച്ചു കൊടുത്തു. സംഭവം നടന്ന സ്പോട്ട് കാണിച്ചു കൊടുത്തു. അവിടെ ഈ വർഷങ്ങൾക്ക് മുൻപ് ആ സംഭവം നടന്ന സ്പോട്ട് ഇപ്പോഴും അതുപോലെ തന്നെയാണോ? തോട് ഉൾപ്പെടുന്ന മേഖല ഇപ്പോഴും അതുപോലെ ഉണ്ട്? അവിടെ മറ്റു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലേ? ഇപ്പോൾ ഒന്നും മാറ്റം വന്നിട്ടില്ല. ഈ സംഭവം നടന്ന സ്ഥലത്ത് മാത്രം ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. അതിൻ്റെ മറ്റ് പരിസരങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ സംഭവം നടന്ന സ്പോട്ട് ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുകയാണ്. പിന്നെ ശരിക്കുള്ള സ്വദേശം എവിടെയാണ്? കൂടരഞ്ഞിയാണ്. ശരിക്കും കൂടരഞ്ഞി തന്നെയാണ് ആ സംഭവ സ്ഥലം. അത് ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുകയാണ്. ഒരു മാറ്റം വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആ വ്യക്തി പറഞ്ഞത് പേഴ്സണൽ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ. 40 വർഷം ഇയാൾ ജീവിച്ചു, 2 കല്യാണം കഴിച്ചു, അതിലൊക്കെ മക്കളുണ്ട്. മക്കള് പല അവസ്ഥയിലാണ്, ഒരാൾ മരിച്ചു. അപ്പം ഇതുകൊണ്ടൊക്കെ വരുന്നൊരു ട്രോമ, അതായത് ലൈഫിൽ ഞാൻ ചെയ്തു പോയ 2 വലിയ തെറ്റ്, 2 ജീവൻ ഞാൻ എടുത്തു, ആ 2 ജീവൻ എടുത്തതിന് ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള കുറ്റബോധം, പശ്ചാത്താപം. എനിക്കെന്തോ അത് ഇവിടെ എടുക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഒരു നേച്ചർ വെച്ചിട്ടാണോ അതോ ഇത് കാണുന്ന നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ചിലർക്ക് ഇയാളോട് അയ്യോഭാവം തോന്നാം. ആദ്യത്തെ വ്യക്തി ഉപദ്രവിക്കാൻ വന്നത് കൊണ്ടല്ലേ ആ വ്യക്തിയെ ഇയാൾ ചവിട്ടി താഴിട്ടതും, അതും കൊല്ലാൻ വേണ്ടി ചെയ്തതല്ലല്ലോ.
ചവിട്ടി താഴെ ഇട്ടപ്പോഴത്തേക്ക് അയാൾ വീണ് പിന്നെ മരിച്ചതായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണമൊക്കെ ആയിട്ട് പലർക്കും വരാം. ബട്ട് സ്റ്റിൽ ഇയാൾക്ക് എനിക്കറിയില്ല ഇതിൽ നിയമ നടപടികൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇയാൾക്കൊരു ശിക്ഷ കിട്ടില്ലെന്നൊന്നും അറിയില്ല. ഇയാൾ അനുഭവിച്ച ഒരു ശിക്ഷ ഇയാൾ പറയുന്നത് റിയൽ ആണെന്നുണ്ടെങ്കിൽ ആ പശ്ചാത്താപത്തിൻ്റെ ഒരു ഹെവിനെസ്സാണ്. കാരണം ഇത്രയും വർഷമായിട്ട് ലൈഫിൽ എന്ത് കാര്യം നടന്നാലും മനസ്സിലായി അയാൾക്ക് മനസ്സറിഞ്ഞൊരു വിടാൻ പോലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വരെ അയാൾ ചിന്തിക്കും ഞാൻ രണ്ടാളെ കൊന്നത് കൊണ്ടാണല്ലോ എന്നുള്ളത്. അപ്പോൾ ആ ലെവൽ ഓഫ് എക്സ്ട്രീം പശ്ചാത്താപം ഇയാളെ മനസ്സിലുള്ളത് തന്നെ ഒരു തരം ആളെ കുക്കറിൽ ഇട്ട് പുഴുങ്ങുന്നൊരവസ്ഥയാണ്. പക്ഷെ അതിലുപരി ഞാനിതിൽ നോക്കിക്കാണുന്ന കാര്യം എന്താ അറിയോ, നമ്മളെ നാട്ടിൽ ഇതുപോലെ ഒരാളും അറിയാതെ എത്ര കേസ്, എല്ലാ കേസും തെളിയിക്കും അല്ലെങ്കിൽ എല്ലാ കേസും പുറത്തു വരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, സിനിമയല്ലല്ലോ. ഇപ്പം റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. ജോർജ് കുട്ടിമാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണല്ലോ ഈ ചെങ്ങായി. ആൻഡ് അതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സീരിയൽ കില്ലർ ഇനി അങ്ങോട്ട് വയസ്സാങ്കാലമായി മുന്നോട്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഏതെങ്കിലും തുമ്പും അറ്റവും കിട്ടാത്ത 2 കേസ് ഇട്ട് കൊടുത്തിട്ട് സിമിലർ പാറ്റേൺ ഇനി ഇവർ എക്സ്പ്ലോർ ചെയ്യില്ല പോലീസ്, ഞാൻ പോയിട്ട് ജയിലിൽ സുഖമായി കിടക്കുക എന്നിട്ട് അവിടെ ഫുഡ് അടിച്ച് ജീവിക്കുക എന്ന് വിചാരിച്ചിട്ടൊരു കൺഫെഷൻ നടത്തിയതാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഞാനങ്ങനെ ചിന്തിക്കും. കാരണം എനിക്ക് സിമിലർ പാറ്റേൺ ഇത് ചെയ്ത ഒരു എന്താ പറയുക 1986 1989 2-3 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പ്, ഇനി 89 ശേഷം ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. മനസ്സിലായോ? 92 ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഇത് പോലീസുകാർക്ക് കുറച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ മാത്രം ഐറ്റമുള്ളൊരു സംഗതിയാണിപ്പോൾ ഇയാൾ ഈ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും പോലീസ് അന്വേഷണം ഇങ്ങനെ ഇപ്പോൾ ഒരാളെ ആദ്യം മരിച്ച ആൾ ആരാന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്തു, ഈ രണ്ടാമത്തത് ആരാന്നുള്ളത് ഈ പൈസ അടിച്ച് മാറ്റാൻ നോക്കിയ കള്ളൻ, ഇവർ ചവിട്ടിയും തല്ലിയും കൊന്ന കള്ളൻ ആരാന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് പിന്നെ കഞ്ചാവിനെ കണ്ടുപിടിക്കണം. അങ്ങനെ കുറേ കണ്ടുപിടുത്തങ്ങൾ ഇനി പോലീസ് നടത്താനുണ്ട്. അവിടെ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ സമീപകാലത്തായിട്ട് കൂടരഞ്ഞി സ്വദേശിയായിട്ടുള്ള മോഹനനാണ് മരിച്ചതെന്ന്. കൂടരഞ്ഞി സ്വദേശിയല്ല, പോലീസ് ഇപ്പോൾ കണ്ടെത്തിയത് ഇരിട്ടി വെളിമാനം എന്നുള്ള സ്ഥലത്തുള്ള മോഹനൻ എന്നുള്ളതാണ്. ഞാനൊരു രേഖാചിത്രം കൊടുത്തിരുന്നു. രേഖാചിത്രമൊക്കെ മീഡിയയിലൊക്കെ വന്നതാണ്. ആ രേഖാചിത്രം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരിമാരും സഹോദരനും തിരിച്ചറിഞ്ഞിട്ടാണ് എന്നുള്ളത്, അങ്ങനെയാണിത് ആളെ വെളിപ്പെടുത്തിയെന്നുള്ള കണ്ടെത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അന്ന് നിങ്ങൾക്ക് അയാളുടെ പേരൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല അല്ലേ? സംഭവം നടന്ന സമയത്ത്? ഇല്ല, പരിസര പ്രദേശങ്ങളൊന്നും ആളൊന്നും ഇല്ലാത്ത. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലൊരു മിഷൻ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് ഒരു കോൺവെൻറ്റാണ്. അപ്പോൾ ആ മിഷൻ ഹോസ്പിറ്റൽ താഴേക്ക് യാതൊരു ശ്രദ്ധയും പതിയാത്ത സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് എല്ലാം കൊണ്ടും വല്ലാത്തൊരു സാഹചര്യമുള്ള സ്ഥലമായിരുന്നു. അബദ്ധവശാൽ സംഭവിച്ചു. പക്ഷേ ആ കുറ്റബോധം മനസ്സിൽ കിടന്ന് നേരി ഇത്രയും വളർന്നു. അപ്പോൾ ഇപ്പോൾ ഒരു സമാധാനമായി, എല്ലാം കൊണ്ടും സന്തോഷമായി. കുടുംബവും കുട്ടികളും എല്ലാവരുമായിട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു. സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തി ആദ്യം കൊല്ലപ്പെട്ടയാളെ പോലീസും കണ്ടെത്തുമ്പോൾ ഇനിയിപ്പോൾ അറസ്റ്റ്, റിമാൻഡ് അത്തരം നടപടികളിലേക്ക് പോകുമ്പോൾ കുടുംബത്തിന് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ? അല്ല, അറസ്റ്റും റിമാൻഡൊക്കെ കഴിഞ്ഞല്ലോ, തെളിവെടുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി കോടതി തീരുമാനിക്കേണ്ട കാര്യമില്ല. എൻ്റെ ശിക്ഷാവിധി ഇനി കോടതിയിലെ തീരുമാനിക്കേണ്ടത്. പോലീസിന് ഇതിനകത്തൊന്നും ചെയ്യാനില്ലല്ലോ. കോടതി തരുന്ന ശിക്ഷ എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഞാനന്ന് വേങ്ങര സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞത്. കോഴിക്കോട് ബീച്ചിൽ വെച്ച് സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന കൊലപാതകവും തെളിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ അതും തെളിയണമെന്ന് വളരെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനിപ്പോൾ ഒരു 7 അംഗ സംഘ അന്വേഷണം ഉണ്ടെന്നാണ് മാധ്യമങ്ങളോട് അറിയാൻ കഴിഞ്ഞത്. അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ സമാധാനം അതിനോട് ഉണ്ടായിരുന്നു. ബീച്ചിൽ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ എന്നല്ലേ? അതെ, അവർക്കും നീതി ലഭിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതെ, 2 ആളെ കൊന്നിട്ട് 40 വർഷം മറച്ചു വെച്ചിട്ട് ഇപ്പം ലൈഫിൽ എന്തൊക്കെയോ സ്വയം പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ വന്നത് തുറന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് കൊള്ളാമെന്നാണെങ്കിലും ഇനിയിപ്പോൾ പോലീസുകാർ രണ്ടാമതുണ്ടായ ആ ഇൻസിഡൻറ്റ്, ആ കൊലപാതകം ആരുടേതായിരുന്നു എന്നുള്ളത് അന്വേഷിച്ച് ചെല്ലൂ എന്നുള്ളതൊക്കെ അറിയണം നമുക്ക്. ഓക്കെ, എന്താണെങ്കിലും ആ ടൈമിൽ ഇവരുടെയൊക്കെ മുഖം അറിയുന്ന പല ആളുകളും, ഇല്ലെങ്കിൽ ഫാമിലിയുടെ അടുത്താണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഒരു 10-20 വയസ്സ് 15 വയസ്സിലൊക്കെ എടുത്ത ഫോട്ടോസ് കാണുമായിരിക്കുമല്ലോ. മനസ്സിലായോ? അപ്പം അത് ആണോ എന്നുള്ള രീതിയിൽ മേ ബി ഇയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടുമായിരിക്കും. വോട്ടെവർ അതിനകത്ത് ആ കഞ്ചാവ് റെഫറൻസ് ഉള്ള ഒരുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് എന്ത് പറയാനാടേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിനകത്ത് ഇയാളെ സംശയിക്കാനും പറ്റും. ഇയാളോട് നമുക്ക് ഇത്രയും കാലം ഇയാൾ ഈ പറഞ്ഞ പശ്ചാത്താപം മനസ്സിൽ കൊണ്ട് നടന്നില്ലേ എന്നുള്ളതും ചിന്തിക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ എൻഡ് ഓഫ് ദ ഡേ എ ക്രൈം ഈസ് എ ക്രൈം.
ക്രൈം ഈസ് എ ക്രൈം. അതിനിപ്പോൾ എന്തൊക്കെ ന്യായീകരണങ്ങൾ ജസ്റ്റിഫിക്കേഷൻസ് വെച്ചാലും ഇതൊന്നല്ല, രണ്ടാണ്. ഇനി ഇതിൽ എത്ര ഉണ്ട് എന്നുള്ളത് ഇയാൾ പറയാതെ നമുക്ക് അറിയില്ല. ഇവിടുത്തെ സിസ്റ്റത്തിന് കണ്ടുപിടിക്കാനും പറ്റില്ല. വൺ ബ്രില്യൻ ഫെല്ലോ, അത്ര ഇയാളെ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ തോട്ട്സ് ബാക്കി കമൻറ്റ് ബോക്സിൽ ഇട്ടോ.